എങ്ങനെയുണ്ട് അച്ഛ കാണാൻ? തന്നെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന രവിശങ്കറിനോട് കുസൃതിയുടെ തുമ്പി ചോദിച്ച കേട്ടതും അയാൾ വാത്സല്യത്തോടെ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അച്ഛൻ്റെ മോള് അല്ലെങ്കിലും സുന്ദരിയല്ലേ, ഇപ്പം പിന്നെ അതിനേക്കാൾ 10 മടങ്ങ് സുന്ദരിയായിട്ടുണ്ട്. ഡാർക്ക് ഗ്രീൻ സാരിയിൽ സ്വർണ്ണാഭരണ വിഭൂഷിതയായി ഒരുങ്ങി നിൽക്കുന്ന തുമ്പിയെ നോക്കി അയാൾ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു. അപ്പം കാശിയേട്ടൻ എന്നെ കാണുമ്പോൾ തന്നെ വീഴും അല്ലേ? തുമ്പി ഒരു കണ്ണിറക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടതും അയാൾ ചിരിച്ചുപോയി. അവിടെ പോയി എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ ഉടനെ തന്നെ വിളിച്ചറിയിക്കണം. ഇത്രയും കാലം നീ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മതി അവിടെയും. ആർക്ക് വേണ്ടിയും മോള് മാറാൻ തയ്യാറാകരുത്, അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. അത് പിന്നെ അത്രയല്ല അച്ഛ ഉള്ളൂ. എന്തായാലും ഞാൻ അച്ഛന് വേണ്ടി ഒരു കൂട്ട് നോക്കാം, അല്ലെങ്കിൽ പിന്നെ എന്നും അച്ഛൻ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരില്ലേ? തുമ്പി ചിരിയോടെ പറഞ്ഞു കേട്ടതും രവിശങ്കർ അവളെ നോക്കി കണ്ണൂട്ടി കാണിച്ചു. സാർ, ഹാളിലെത്താൻ സമയമായി. രവിശങ്കറിൻ്റെ പിയെ പറഞ്ഞു കേട്ടതും അയാൾ തൻ്റെ മകളെ ഇത് നോക്കി നിറഞ്ഞ ചിരിയോടെ നിൽക്കുകയാണ് അവൾ. ബന്ധുക്കളെന്ന് എടുത്തു പറയാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ രവിശങ്കറും മകളും ഇയാളുടെ പേയും മാത്രമാണ് മണ്ഡപത്തിലേക്ക് തിരിച്ചത്. അവിടെ എത്തുമ്പോഴേക്കും മുഹൂർത്തത്തിന് സമയമായിരുന്നു. കല്യാണപ്പെണ്ണിന് വേണ്ടി റെഡിയാക്കാനുള്ള റൂമിൽ ഇരിക്കുമ്പോൾ തുമ്പി തികച്ചും കൂളായിരുന്നു. സാധാരണ ഇടുന്ന വേഷം വല്ലാത്തത് കൊണ്ട് ഉണ്ടായൊരു അസ്വസ്ഥത അല്ലാതെ അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് ചൈത്യം നിറഞ്ഞ ചിരിയോടെ അവിടേക്ക് കയറി വരുന്നത്. അവളെ കണ്ടതും ഒരു നിമിഷം തുമ്പിയുടെ കണ്ണുകൾ ചൈതന്യയുടെ കാലിലേക്ക് നീണ്ടു. വലിച്ചു വെച്ചാണ് നടക്കുന്നതെങ്കിലും ആ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്. സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്, എൻ്റെ കണ്ണ് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. തുമ്പിയെ കണ്ടു വിടർന്ന കണ്ണുകളുടെ ചൈതന്യം പറഞ്ഞുകൊണ്ട് അവളെ കവിളിൽ അമർത്തി ചുംബിച്ചു. ടെൻഷനുണ്ടോ മോൾക്ക്? തുമ്പിയുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് ചൈതന്യം ചോദിച്ചതിന് ഇല്ലെന്നതുപോലെ അവൾ കണ്ണ് ചിമ്മി കാണിച്ചു. എല്ലാവരും വന്നോ ചേച്ചി? അകത്തേക്ക് ആരെയും കാണാതെ അവൾ സംശയത്തിൽ ചോദിച്ചു. എല്ലാവരും വന്നിട്ടുണ്ട് മോളെ, ഏട്ടൻ മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ട്. അമ്മയും പൂജയും മീരയുമൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവരെ ഇവിടേക്ക് വിളിച്ചിട്ട് വന്നില്ല എന്ന് ഓർത്തുകൊണ്ട് ചൈതന്യ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ആ സമയം തന്നെ താലപ്പൊലി എടുക്കാൻ കുറച്ച് കുട്ടികളും 10-18 വയസ്സുള്ള പിള്ളേരും അകത്തേക്ക് കയറി വന്നു. എല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന തുമ്പിയെ അതിശയത്തോടെ നോക്കി നിന്നു. എങ്കിൽ പിന്നെ അങ്ങോട്ട് നടക്കാം മോളെ. പുറത്തുനിന്നും ധൃതിയിൽ അകത്തേക്ക് വന്നുകൊണ്ട് രവിശങ്കർ ചോദിച്ചു കേട്ടതും അവൾ ചിരിയോടെ ടേബിളിലിരുന്ന വെറ്റിലയും പാക്കുമെടുത്ത് രവിശങ്കറിൻ്റെ നേരെ നീട്ടി. അത് കണ്ടതും അയാൾ നിറഞ്ഞ കണ്ണുകളോടെ അത് വാങ്ങിയതും തുമ്പി നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ അയാളുടെ കാലിലേക്ക് വീണു. എന്നും എൻ്റെ മോൾ സന്തോഷമായിരിക്കട്ടെ. തുമ്പിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്നെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അയാളൊരു വിങ്ങലോടെ പറഞ്ഞു. വാ, ഇല്ലെങ്കിൽ പിന്നെ കാത്തിരുന്ന് കാശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കളയും. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് രവിശങ്കർ കളിയോടെ പറഞ്ഞു കേട്ടതും തുമ്പി അയാളെ ഇന്ന് കോർപ്പിച്ചു നോക്കി. താലപ്പൊലി ഏന്തിയ കുട്ടികളോടൊപ്പം രവിശങ്കറിൻ്റെ കൈയും പിടിച്ച് നടക്കുമ്പോൾ തുമ്പിയുടെ തല ഉയർന്നു തന്നെയിരുന്നു. അവൾ ചുറ്റും നിൽക്കുന്ന ആളുകളെയും ആ ഒരുക്കങ്ങളെയും ഒക്കെ കണ്ണുകൾ വിടർത്തി നോക്കിക്കൊണ്ട് നടന്നു. അലക്ഷ്യമായിരുന്ന കാശി മുന്നിലേക്ക് നോക്കിയതും ഒരു വേള അവന് ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നി. സ്വർണ്ണാഭരണ വിഭൂഷിതയായി തല ഉയർത്തിപ്പിടിച്ച് നടന്നു വരുന്ന തുമ്പി ഒരു വേള അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാൻ തന്നെ അവൻ മറന്നുപോയി. അവൻ്റെ അരികിലായി നിന്നിരുന്ന മാധവിൻ്റെ കണ്ണുകളും അത്ഭുതത്തോടെ ഒന്ന് തിളങ്ങി. അവളെ മൊത്തത്തിൽ നോക്കുന്ന തിരക്കിലായിരുന്നു അവൻ. മീരയുടെയും പൂജയുടെയും രാധയുടെയും മുഖമെല്ലാം അസൂയെ കൊണ്ടും കുശുമ്പ് കൊണ്ടും ചുവന്നു വന്നു. അത്രയും മനോഹരിയായിരുന്നു തുമ്പി. തുമ്പിയെ കണ്ടതും വാസുദേവൻ തൻ്റെ മകനെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ അവളാണെന്ന് കണ്ട് അയാൾ പതിയെന്ന് പുഞ്ചിരിച്ചു. രവിശങ്കർ തന്നെയാണ് തുമ്പിയെ കാശിയുടെ അരികിലായി ഇരുത്തിയത്. അവൾ അടുത്തിരുന്ന് കണ്ടതും കാശിയുടെ മുഖം ഗൗരവത്തിലായി. എങ്ങനെയുണ്ട് കാശിയേട്ടാ എന്നെ കാണാൻ? ചുറ്റും മന്ത്രങ്ങൾ നിറഞ്ഞ സമയം അവൻ്റെ അരികിലായി ചാഞ്ഞുകൊണ്ട് കാശിയുടെ ചെവിക്കരികിൽ വന്നുകൊണ്ട് തുമ്പി ചോദിച്ചു. അതിന് അവളെ നിന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും അവൻ പറഞ്ഞില്ല. അത് കണ്ടതും തുമ്പിയുടെ ചുണ്ടൊന്ന് കോർത്തു. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ലിപ് ലോക്ക് തരണമെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞു. എങ്ങനെയുണ്ട് ഞാൻ? കൊള്ളാം. അവളുടെ ഭീഷണിയുടെ സ്വരം കേട്ടതും പല്ല് കടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. അത് കേട്ട് അടക്കി ചിരിച്ചുകൊണ്ട് തുമ്പി ഞെളിഞ്ഞിരുന്നു. പൂജാരിയെടുത്ത് നൽകിയ താലി തുമ്പിയുടെ നേർക്ക് ഉയർത്തി പിടിക്കുമ്പോൾ അവളുടെ പിടർന്നു നിൽക്കുന്ന നീലക്കണ്ണിൽ കാശി ഒരു നിമിഷം നോക്കിപ്പോയി. കാശിയുടെ കയ്യിൽ ഉയർത്തി പിടിച്ചിരിക്കുന്ന താലി കണ്ടതും മീരയുടെ മുഖം ദേഷ്യത്തിൽ മുറുകി. അവൾ അടുത്ത് നിൽക്കുന്ന മാധവിനെ ദേഷ്യത്തിൽ നോക്കി. തുമ്പിയുടെ അരികിലായി ചേർന്നിരുന്നുകൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ കാശി ഒരു ദീർഘശ്വാസം എടുത്തിരുന്നു. കൈകൾ കൂപ്പിയിരിക്കുന്നവളെ നോക്കി പിൻവാങ്ങുമ്പോൾ അവളെ സിന്ദൂരരേഖ ചുവപ്പിക്കാനുള്ള കുങ്കുമവും കാശിക്ക് മുന്നിൽ നീണ്ടുവന്നു. അതിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം എടുത്ത് അവളെ നെറുകയിൽ ചാർത്തുമ്പോൾ കാശിയുടെ കണ്ണ് അവളുടെ മുഖത്തായി അലഞ്ഞു നടന്നു. ഹൃദ്യമായി പുഞ്ചിരിയുടെ കാശി തന്നെ നോക്കിയിരുന്ന അവൾ 2 കണ്ണും ചിമ്മി കാണിച്ചതും
അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റി. കാശിയുടെ ദൃഢമായ കയ്യിൽ പിടിച്ച് അഗ്നിക്ക് ചുറ്റും വലം വയ്ക്കുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയായിരുന്ന തുമ്പിയുടെ ചുണ്ടിൽ. വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയായതും ചൈതന്യ അവളെ അരികിലായി വന്നു നിന്നു. ഒരുപാട് നേരത്തെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതും അവർ കഴിക്കാനിരുന്നു. കുടുംബമെല്ലാം ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത്. കാശിയുടെയും തുമ്പിയുടെയും നേരെ ഫ്രണ്ടിലാണ് പൂജയും മീരയും രാധയും ഒക്കെ ഇരിക്കുന്നത്. അവരെ എല്ലാവരെയും നോക്കി നന്നായി ചിരിച്ചുകൊണ്ട് തുമ്പി തൻ്റെ കല്യാണ സദ്യ കഴിക്കാൻ തുടങ്ങി. രാധ അവളെ തന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട്. അത്രയ്ക്ക് സ്വർണമാണ് തുമ്പിയുടെ ശരീരത്തിൽ കിടക്കുന്നത്. തന്നേക്കാൾ പണവും തന്നേക്കാൾ സൗന്ദര്യവും തന്നേക്കാൾ ചെറുപ്പവുമായ തുമ്പിയെ പകയോടെ നോക്കിയിരിക്കുമ്പോൾ പലതും മനസ്സിൽ കണക്ക് കൂട്ടി മീര. വലതുകാൽ വെച്ച് കയറി വാ മോളെ. ചൈത്യം നിറഞ്ഞ ചീരിയുടെ തുമ്പിക്ക് നേരെ വിളക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവളൊരു ചീരിയുടെ രണ്ട് കൈയും നീട്ടി അത് വാങ്ങി. അപ്പോഴേക്കും അവളുടെ കയ്യിലിരുന്ന താമരപ്പൂക്കൾ കൊണ്ട് കോർത്ത ഹാരം ശ്രദ്ധയോടെ തൻ്റെ കയ്യിലേക്കെടുത്ത് കാശി. അത് കണ്ടൊരു പുഞ്ചിരിയുടെ തുമ്പി വലതുകാൽ അകത്തേക്ക് വെച്ച് ആ വീടിൻ്റെ പടി ചവിട്ടി. അകത്തേക്ക് വാടൂ. തുമ്പി ആ വീടിൻ്റെ പടി ചവിട്ടുന്ന കണതും നിറഞ്ഞ മനസ്സോടെ നിൽക്കുന്ന രവിശങ്കറിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് വാസുദേവൻ പറഞ്ഞു കേട്ടതും അയാളൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. കല്യാണം കഴിഞ്ഞ ഉടനെ പയ്യൻ്റെ വീട്ടിലേക്ക് പെൺകുട്ടികളുടെ ബന്ധുക്കൾ വരുന്ന ചടങ്ങൊന്നുമില്ലെങ്കിലും രവിശങ്കർ തുമ്പിയോടൊപ്പം ഇവിടേക്ക് വന്നിരുന്നു. അത് രവിശങ്കറിനെ കണ്ട് യാത്ര പറയാൻ നിന്നപ്പോൾ നിറഞ്ഞു തുളുമ്പിയ തുമ്പിയുടെ കണ്ണുകൾ കണ്ടിട്ട് തന്നെയായിരുന്നു. ഇവിടേക്ക് വന്ന് സമാധാനമായി അവളോട് യാത്ര പറയാമെന്നും പറഞ്ഞ് വാസുദേവൻ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണ് അയാളെ. തുമ്പി അകത്തേക്ക് നടക്കുന്നതിനോടൊപ്പം ചുറ്റിലും രാധയെയും മീരയും ഒക്കെ നോക്കി. പൂജ മാത്രം എല്ലാം കണ്ട് മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. കൂടെ നീരജും മാധവുമുണ്ട്. മാധവിൻ്റെ കണ്ണുകൾ അസൂയയുടെ കാശിക്ക് നേരെയായിരുന്നു പോയത്. എങ്കിലും തുമ്പിയെ തനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം അവനുണ്ടായിരുന്നു. അതോർക്കെ മാധവ് ഒരു പുച്ഛത്തോടെ ചിരിച്ചു. പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുമ്പിയുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അതേ ചിരിയോടെ തന്നെ അവൾ അരികിൽ നിൽക്കുന്ന കാശിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവനും ആ നിമിഷം അവളെ ഒന്ന് നോക്കിപ്പോയി. വിയർപ്പ് കൊണ്ട് മാഞ്ഞു തുടങ്ങിയ അവളുടെ നെറുകയിലെ സിന്ദൂരം വല്ലാത്തൊരു അഴകോടെ അവിടെ ജ്വലിച്ച് കിടക്കുന്നത് കാണി കാശി ചെറുതായി എന്ന് പുഞ്ചിരിച്ചു. പക്ഷെ അത് തുമ്പി കാണുന്നതിന് മുൻപ് തന്നെ മാഞ്ഞു പോവുകയും ചെയ്തു. പുറത്തേക്കിറങ്ങുമ്പോൾ അടുത്ത ചടങ്ങെന്നതുപോലെ ചൈതന്യ കയ്യിൽ പാൽ പായസം കൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾ കാണിച്ചു കൊടുത്ത ചെയറിൽ രണ്ടുപേരും ഇരുന്നപ്പോൾ ചൈതന്യ തന്നെ ആദ്യം അവർക്ക് മധുരം മൂട്ടി. അവളോട് എതിർപ്പൊന്നും പറയാതെ തന്നെ കാശി അത് കഴിക്കുമ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. ബാക്കി പാൽപ്പായസം തുമ്പിക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞ് ചൈതന്യ അവളുടെ കവളിൽ മെല്ലെ തലോടി. ഇതൊക്കെ മാറ്റാൻ ഞാൻ വരാൻ കേട്ടോ, ഇത് കൊണ്ടുപോയി വെക്കട്ടെ. തുമ്പിയുടെ തലയിലും കഴുത്തിലുമൊക്കെ നോക്കിക്കൊണ്ട് ചൈതന്യ പറഞ്ഞു കേട്ടതും അവൾ ചിരിയോടെ തല കുലുക്കി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഇത്രയും നേരം ചിരിയോടെ നിന്നിരുന്ന തുമ്പി രവിശങ്കറിൻ്റെ വാക്കുകൾ കേട്ടതും സങ്കടത്തോടെ അയാൾ തിരിഞ്ഞു നോക്കി. ഇങ്ങനെ കണ്ണു നിറച്ച് അച്ഛനെ വിഷമിപ്പിക്കില്ല മോളെ. നിനക്ക് എപ്പോൾ കാണണമെന്ന് തോന്നിയാലും എന്നെ ഒന്ന് വിളിച്ചാൽ പോരെ. ആ നിമിഷം മോളുടെ അടുത്ത് പറഞ്ഞെത്തില്ല അച്ഛൻ. നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ഒരു ചിരിയോടെ രവിശങ്കർ ചോദിക്കുമ്പോൾ അവൾ കരച്ചിലോടെ അയാളുടെ നെഞ്ചിലേക്ക് വീണു. ഇങ്ങനെ കരഞ്ഞ് മേക്കപ്പെല്ലാം മുഖത്തേക്കായാൽ ഇവിടെ കോടി നിൽക്കുന്നവർക്ക് പേടിക്കും കേട്ടോ. അവളുടെ കരച്ചിൽ കണ്ടതും ഒരു കുസൃതി ചിരിയോടെ രവിശങ്കർ പറഞ്ഞു കേട്ട് തുമ്പി അയാളെ ഇന്ന് കണ്ണ് കുറിപ്പിച്ച് നോക്കി. അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് രവിശങ്കർ തുമ്പിയെ ഒന്നോടെ തന്നെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചു. കുറച്ചു നേരം അങ്ങനെ നിന്നതിന് ശേഷം അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് രവിശങ്കർ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയത്. അയാൾ പോകുന്ന കണ്ടതും വിതുമ്പുന്ന ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് തുമ്പി അങ്ങനെ നിന്നുപോയി. എങ്കിലും സഹിക്കാൻ പറ്റാതെ ഒരു ഏങ്ങൽ അവളുടെ തൊണ്ടക്കൊട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്നതും കാശി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് കരച്ചിലെന്ന് അവൾ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കാശി കണ്ണു മിഴിച്ച് നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവനത് ശ്രദ്ധിക്കാതെ മുകളിലേക്കുള്ള തൻ്റെ റൂമിലേക്ക് അവളുമായി നടന്നു. തുമ്പിയുടെ അന്തിച്ചുള്ള നടത്തം നോക്കി വാസുദേവൻ മെല്ലെ പുഞ്ചിരിച്ചു. തുമ്പി നോക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവളെ ബെഡിൽ കൊണ്ടിരുത്തി കാശി അവൻ്റെ കൈ തുമ്പിയുടെ കഴുത്തിലേക്ക് നീങ്ങിയതും അവൾ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് വളഞ്ഞു. കല്യാണ ദിവസം തന്നെ എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള പുറപ്പാടിലാണോ നിങ്ങൾ? കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് തുമ്പി കാശിക്ക് നേരെ ദേഷ്യത്തിൽ ചോദിച്ചു. മിണ്ടാതെ കൈയെടുത്ത് മാറ്റടി, ഇതൊക്കെ ആഴ്ച മാറ്റിത്തരാം. ചൈതു കുറച്ചു നേരമെങ്കിലും വിശ്രമിക്കട്ടെ. തുമ്പിയെ നോക്കി കണ്ണൂർട്ടിക്കൊണ്ട് ഗൗരവത്തിൽ കാശി പറഞ്ഞു കേട്ടതും നന്നായി ചിരിച്ച് കാണിച്ചുകൊണ്ട് അവനെ വിധിയായി അവൾ ഇരുന്ന് കൊടുത്തു. ശ്രദ്ധയോടെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ അഴിച്ചു മാറ്റുന്ന കാശിയിലായിരുന്നു തുമ്പിയുടെ കണ്ണുകൾ. പക്ഷെ ഒരിക്കൽ പോലും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് തിരിഞ്ഞില്ല. അതിൻ്റെ പരിഭവം നല്ലതുപോലെ ഉണ്ടായിരുന്നു തുമ്പിക്ക്. അവളുടെ ഉപകരണങ്ങളെല്ലാം അഴിച്ചു മാറ്റിയതിന് ശേഷം അവളുടെ തലയിലിരുന്ന സ്ലൈഡ് ഓരോന്ന് സൂക്ഷിച്ച് ഊരിയെടുത്തു അവൻ. അവളുടെ തലയിലിരുന്ന പൂക്കളെടുത്ത് വേസ്റ്റ് ബോക്സിലിട്ടതിന് ശേഷം കാശി തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഊരാൻ തുടങ്ങി. അയ്യോ തീർന്നില്ല.
തന്നെ മറികടന്ന് പോയി ഷർട്ടിൻ്റെ ബട്ടൺ ഊരുന്നവനെ നോക്കി തുമ്പി വിളിച്ചു പറഞ്ഞതും കാശി അവളെ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ഈ സാരിയിൽ എവിടേക്കോ പിന്നു കുത്തി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് എവിടേക്കാണെന്ന് എനിക്കറിയില്ല. അതുമല്ല, ഇതെങ്ങനെ അഴിക്കേണ്ടത്? അവൾ സ്വന്തം സാരിയിൽ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ ചൈതുവിനെ ഇങ്ങോട്ട് വിളിക്കാം. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കാശി പറഞ്ഞു കേട്ട് തുമ്പിയുടെ മുഖം ഒന്ന് മാറി. വേണ്ട വേണ്ട, ഒത്തിരി ഓടി നടന്നതല്ലേ ചേച്ചി, ഇത്തിരി റെസ്റ്റ് എടുത്തോട്ടെ. ഇതിപ്പോൾ കാശിയേട്ടന് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. വേഗം വന്നേ, എനിക്കാണെങ്കിൽ ആകെപ്പാടെ ചൂടെടുത്തിട്ട് വയ്യ. രണ്ട് കൈ കൊണ്ട് മുഖത്തേക്ക് വീശിക്കൊണ്ട് തുമ്പി അവനെ ഏറുകണ്ണിട്ട് നോക്കി. തിരിഞ്ഞു നിൽക്ക്, കാശി അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും തുമ്പി അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൻ്റെ മുന്നിൽ നിന്ന് കൊടുത്തു. തുമ്പിയുടെ ഷോർട്ടറിൽ നിന്നും പിന്നെ കുത്തി വെച്ചിരുന്ന സാരിയിലേക്ക് കാശിയുടെ കൈ നീണ്ടതും അവൻ എന്തോ വല്ലായ്മ പോലെ തോന്നി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ പതിയാണ് പിന്നൂരിയെടുത്തത്. തുമ്പി പറഞ്ഞതുപോലെ ഒത്തിരി ഭാഗത്ത് പിൻകുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം സൂക്ഷിച്ച് ഇളക്കിയെടുത്തുകൊണ്ട് അവനുള്ള സാരി ഊരി ബെഡിലേക്കിട്ടു. മുന്നിൽ സാരി പാവാടയും ബ്ലൗസും അണിഞ്ഞ് നിൽക്കുന്നവളെ നോക്കണ്ടെന്ന് വെച്ചിട്ട് പോലും കാശിയുടെ കണ്ണുകൾ അവളിലൂടെ ഒന്ന് ഒഴുകി നടന്നു. ഓഫ്, എന്തൊരു മുറക്കം ഇതിന്! കാശിയേട്ടാ, ഇത് കൂടെ ഒന്ന് അഴിച്ചു തരുമോ? എവിടെയോ കയറി കുരുങ്ങിയെന്ന് തോന്നുന്നു. പാവാടയുടെ ചരടഴിക്കാൻ നോക്കിയിട്ട് നടക്കാതെ വന്നതും തുമ്പി ഒരു ചിണക്കത്തോടെ പറഞ്ഞു. ബാക്കിയൊക്കെ നീ ഡ്രസ്സിംഗ് റൂമിൽ പോയി മാറാൻ നോക്ക്. അവളുടെ നേരെ അധികം നോക്കാൻ നിൽക്കാതെ കാശി പറഞ്ഞു കേട്ടതും തുമ്പി കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. എൻ്റെ വയറ് ഇറങ്ങിയിരിക്കുക കാശിയേട്ടാ, അവിടെ എനിക്ക് നന്നായി വേദനിക്കുന്നു. തുമ്പി പാവാടയുടെ ചരടി ഇറക്കിയ ഭാഗത്ത് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ്റെ കണ്ണുകളും ഒരു വേള അങ്ങോട്ട് പോയി. അവിടെ ഇറങ്ങിക്കിടക്കുന്ന പാവാട കണ്ട് അവൻ പല്ല് കടിച്ചുകൊണ്ട് അതഴിക്കാൻ ശ്രമിച്ചു. കുറച്ചു നേരം എടുത്തുവെങ്കിലും അവൻ ആ കെട്ട് പൊട്ടിച്ചു. താങ്ക്സ്. പാവാട താഴെ വീഴാതെ അതിൽ മുറുക്കി പിടിച്ചുകൊണ്ട് കാശിയുടെ കവളിൽ അവൾ അമർത്തിന്ന് ചുംബിച്ചു. പുറത്തെന്തോ ശബ്ദം കേട്ടതും സംശയത്തോടെ അങ്ങോട്ട് നോക്കിയപ്പോൾ കാണുന്നത് അവരെ കണ്ണു നിറച്ച് നോക്കി നിൽക്കുന്ന മീരയാണ്. എന്താ ചേച്ചി? ചേച്ചി എന്താ അവിടെ വന്നിട്ട് മിണ്ടാതെ നിൽക്കുന്നത്? തങ്ങളെ നോക്കി ദേഷ്യത്തിലും നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന മീരയെ കണ്ട് തുമ്പി അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ആ സമയം ബെഡിൽ കിടന്ന സാരി എടുത്ത് തുമ്പിയെ പൊതിപ്പിക്കാനും കാശി മറന്നില്ല. അത് നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ കാശിയേട്ടനെ കുടിക്കാനെടുക്കാൻ ക്ഷീണം കാണില്ലേ? നിറഞ്ഞ കണ്ണുകൾ വേഗത്തിൽ തുടച്ചുകൊണ്ട് മീര പറഞ്ഞു കേട്ടതും തുമ്പി അവളെ കണ്ണുകൊട്ടിക്കൊണ്ട് നോക്കി. മാധവേട്ടൻ കുടിച്ചോ? ആൾക്കും ക്ഷീണം കാണും. തുമ്പി മറുചോദ്യം ചോദിച്ചതും മീര അവളെ ദേഷ്യത്തോടെ നോക്കി. ചേച്ചി ആദ്യം പോയി നിങ്ങളെ ഭർത്താവിൻ്റെ കാര്യം നോക്ക്. കാശിയേട്ടന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എടുത്തു കൊടുത്തോളാം. പിന്നെ ഇങ്ങനെ മിണ്ടാതെയും പറയാതെയും റൂമിന് മുന്നിൽ വന്ന് നിൽക്കരുത്. ഞങ്ങളൊന്ന് കല്യാണം കഴിഞ്ഞവരല്ലേ, അപ്പോൾ ഇതിനകത്ത് പലതും നടക്കുമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ നിങ്ങളുടെ മുൻപിൽ നാണത്തോടെ തലകുനിച്ച് നിൽക്കാനൊന്നും എനിക്ക് വയ്യ. തുമ്പി പറഞ്ഞു കേട്ടതും അവളെ ഒന്നോട് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് മീര അവിടെ നിന്ന് നടന്നു നീങ്ങി. കള്ള പെണ്ണുമ്പിള, അവർക്കെൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാഞ്ഞിട്ടാണ്. മീര പോന്ന് നോക്കി പല്ല് കടിച്ചുകൊണ്ട് തുമ്പി ഡോർ വലിച്ചടിച്ചു. പിന്നെ അവിടെ നിന്നും കാശിയൊന്നും കാണാത്തത് കൊണ്ട് അവൻ ഫ്രഷ് ആകാൻ കയറിയെന്ന് അവൾക്ക് മനസ്സിലായി. ബെഡിനരികിൽ വെച്ചിരിക്കുന്ന വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പെട്ടി തുറന്ന് അതിൽ നിന്നും ഒരു മുട്ടിന് താഴെ നിൽക്കുന്ന ഫ്രോക്ക് എടുത്തുകൊണ്ട് അവളത് അടച്ചു വെച്ചു. അന്ന് തനിക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സെല്ലാം അകത്തെ ഡ്രസ്സിംഗ് റൂമിലായിരിക്കുമെന്ന് അവൾക്കും തോന്നി. ഇനിയിപ്പോൾ അതിൽ നിന്നുമൊക്കെ പിന്നെ എടുക്കാം. ആദ്യമൊന്ന് കുളിച്ച് എവിടെയെങ്കിലും കിടന്ന് അല്പം ഉറങ്ങണം. അത്രയ്ക്കും തളർന്നു പോയിരുന്നു അവൾ. അല്പസമയം കഴിഞ്ഞതും ഡ്രസ്സ് മാറി ഇറങ്ങുന്ന കാശിയൊന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സും എടുത്തവൾ ബാത്റൂമിലേക്ക് കയറി. അത് നോക്കിക്കൊണ്ട് കാശി തൻ്റെ ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു. തുമ്പി ഫ്രഷായി ഇറങ്ങുമ്പോൾ അവിടെ കാശിയെ കണ്ടില്ല. താഴെ പോയതായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് അവൾ നനഞ്ഞ തലമുടി ഡ്രയർ വെച്ച് ഉണക്കാൻ തുടങ്ങി. ഇടുപ്പ് കഴിഞ്ഞ് കിടക്കുന്ന സ്റ്റെപ്പ് കട്ട് ചെയ്ത തലമുടി വാരി കെട്ടിവെച്ച ശേഷം തുമ്പി ബെഡിലായി കയറി കിടന്നുകൊണ്ട് കണ്ണടച്ചു. തണുത്ത വെള്ളത്തിൽ കുളിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് ക്ഷീണമെല്ലാം മാറി നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. സുഖമായി ഉറക്കത്തിൽ നിന്ന് തുമ്പി കണ്ണു തുറക്കുമ്പോൾ റൂം മുഴുവനും ഇരുട്ടിൽ നിറഞ്ഞു നിന്നു. അത് കണ്ടതും ഉറക്കച്ചടവോടെ അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ചുറ്റും ഒന്ന് നോക്കി. അല്പനേരം അങ്ങനെ ഇരുന്ന് ഉറക്കം വിട്ടതിന് ശേഷം ബാത്റൂമിൽ പോയി എന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവളുടെ ഫോൺ ശബ്ദിക്കുന്നത്. എടുത്തു നോക്കുമ്പോൾ അത് അവളുടെ അച്ഛനായിരുന്നു. ഒരു ചിരിയോടെ കോൾ എടുത്ത് സംസാരിച്ച ശേഷം തുമ്പി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി താഴേക്ക് നടന്നു. ഹാളിലൊന്നും ആരെയും കാണാതെ വന്നവൾ ചുറ്റും നോക്കി സംശയത്തോടെ നിന്നു. അടുക്കളയിൽ എന്തോ തട്ടലും മുട്ടലും കേൾക്കുന്നത് കണ്ട് അവിടേക്ക് വെച്ച് പിടിച്ചു. എന്താ കുഞ്ഞേ, എന്തെങ്കിലും വേണോ? അവിടെ കാര്യം പറഞ്ഞ ജോലിയിലായിരുന്ന 2 പേർ തുമ്പിയെ കണ്ടും ബഹുമാനത്തോടെ ചോദിച്ചു. ചൈതു ചേച്ചി, ചേച്ചിയുടെ റൂം എവിടാ? തുമ്പി അവിടേക്കൊന്ന് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. അത് ഇവിടുന്ന് ആദ്യത്തെ റൂമാണ്. മോള് ഇത്രയും നേരം അടുക്കളയിലുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് പോയതേയുള്ളൂ.
അതിലൊരാൾ പറഞ്ഞു കേട്ടതും തുമ്പി തലകുലുക്കിക്കൊണ്ട് അവർ പറഞ്ഞ റൂമിലേക്ക് നടന്നു. ഹാളിലെത്തി സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം ഉറങ്ങിയോ? സമയം കണ്ട് അതിശയത്തോടെ തുമ്പി എന്ന് ആലോചിച്ചു. പിന്നെ ചൈതന്യയുടെ റൂമിലേക്ക് നടന്നു. അവിടെ എത്തുമ്പോൾ കാണുന്നത് തൻ്റെ സ്വാധീനം കുറഞ്ഞ കാലിൽ അമർത്തി പിടിച്ച് നിറ കണ്ണോടെ ഇരിക്കുന്ന അവളെയാണ്. അത് കണ്ടതും തുമ്പിക്ക് പാവം തോന്നി. നീ അല്പം ഒന്ന് റെസ്റ്റ് എടുക്കുക ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടാണ് ഇങ്ങനെ കാല് വേദനിക്കുന്നത്. നീ ആ കാലിങ്ങോട്ട് നീട്ടിക്കേ, ഞാൻ ഈ എണ്ണയിട്ട് തരാം. അല്ലെങ്കിൽ പിന്നെ രാത്രി നിനക്കൊട്ടും ഉറങ്ങാൻ പറ്റില്ല. അവളുടെ നിറഞ്ഞ കണ്ണുകൾ നോക്കി അലിവോടെ അഭി പറഞ്ഞു കേട്ടതും ചൈതന്യ ഒന്ന് പുഞ്ചിരിച്ചു. സാറില്ല അഭിയേട്ടാ, കാലിന് ചെറിയ വേദനയുള്ളൂ. തുമ്പിമോളെ പോയി വിളിച്ചുണർത്തി അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് ആളെ റെഡിയാക്കി ഏട്ടൻ്റെ റൂമിലാക്കണം. അത് കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുത്തോളാം. ഇനിയിപ്പോൾ ഇതിൽ നിന്നും താൻ പിന്മാറില്ലല്ലോ. അഭി തലയിന്ന് കുടഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കുന്ന കണ്ടതും തുമ്പി വേഗം അവിടുന്ന് മാറി അടുക്കളയിലേക്ക് നടന്നു. ചേച്ചി, എനിക്കിത്തിരി ചൂടുവെള്ളം വേണം. കുടിക്കാനാണോ മോളെ? തുമ്പിയെ നോക്കി ജോലിക്കാരിൽ ഒരാൾ സംശയത്തോടെ ചോദിച്ചു. അല്ല, കാലിന് നല്ല വേദന, കാലിൽ ചൂട് പിടിക്കാനാണ്. തുമ്പി പറഞ്ഞു കേട്ടതും അവർ വേഗം തലകുലുക്കിക്കൊണ്ട് ഗ്യാസിലായി വെള്ളം വെച്ചു. റെഡിയാക്കുമ്പോൾ ഒരു ടവലും കൂടെ കൊണ്ടുവരണേ. പോകാൻ സമയം അവൾ അവരെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അത് കഴിഞ്ഞ് നേരെ ചൈതന്യയുടെ റൂമിലേക്ക് തന്നെ പോയി. പക്ഷെ അവിടെ ചൈതന്യെ കാണാതെ തുമ്പി എന്ന് സംശയിച്ചു. ബെഡിന് അരികിലുള്ള ചെറിയ ടേബിളിലിരിക്കുന്ന എണ്ണയെടുത്ത് അവൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടു മുകളിലേക്ക് സ്റ്റെപ്പ് കയറുന്ന ചൈതന്യയെ. നടക്കുമ്പോഴൊക്കെ ആ കാലിൻ്റെ വേദന കൊണ്ട് ചൈതന്യയുടെ മുഖം നന്നായി ചൊളിയുന്നുണ്ട്. എങ്കിലും അത് പുറത്തു വരാതെ ചിരിയുടെ ആവരണം എടുത്തു മൂടി അവളെ കാണാൻ തുമ്പിക്ക് വല്ലാത്ത സ്നേഹം തോന്നി. ചൈതു ചേച്ചി, തുമ്പി പുറകിൽ നിന്നും വിളിച്ച കേട്ടതും ചൈതന്യ അവളെ തിരിഞ്ഞു നോക്കി. മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മുകളിൽ വന്ന് നോക്കാൻ ഇരുന്നതാണ്. സമയം എത്രയെന്ന് അറിയാമോ? വിശക്കുന്നില്ലേ? തുമ്പിയെ കണ്ടതും നിറഞ്ഞ സ്നേഹത്തോടെ ചൈതന്യ അവളെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ ഞാൻ കഴിച്ചോളാം. ചേച്ചി ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഹാളിൽ കിടക്കുന്ന സെറ്റിയുടെ അടുത്തേക്ക് ചൈതന്യെ കൊണ്ടുപോയി ഇരുത്തി. തുമ്പി പറഞ്ഞു കേട്ടതും എന്താ കാര്യമെന്നറിയാൻ ചൈതന്യ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കാലിങ്ങോട്ട് കാണിച്ചേ. ചൈതന്യയുടെ സ്വാധീനം കുറഞ്ഞ കാലിൽ പിടിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും ചൈതന്യ തൻ്റെ കാല് പിന്നിലേക്ക് വലിച്ചു. എന്താ മോളെ ഇത്? അവൾ അമ്പരപ്പോടെയാണ് ചോദിച്ചത്. ഒന്നും മിണ്ടണ്ട, മര്യാദയ്ക്ക് ചേച്ചി ആ കാലിങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ പിന്നെ സത്യമായിട്ട് ഞാൻ പിണങ്ങും. രാവിലെ മുതൽ ഓടി നടക്കുന്നതിൻ്റെ വേദന ആ കാലിനുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ടും ആരോടും പറയാതെ കൊണ്ട് നടക്കുകയാണോ? ചേച്ചിക്കൊന്ന് റെസ്റ്റ് എടുക്കാലോ. തുമ്പി ബലമായി തന്നെ ചൈതന്യയുടെ കാല് തൻ്റെ മടിയിൽ എഴുതി വെച്ചുകൊണ്ട് അവളെ കണ്ണൊട്ടി പേടിപ്പിച്ചു. അതൊന്നും സാരില്ല മോളെ, ചെറിയ വേദനയുള്ളൂ, കുറച്ച് കഴിഞ്ഞ് മാറിക്കോളും. തുമ്പിയുടെ സംസാരം കേട്ട് നിറഞ്ഞ ചിരിയോടെ ചൈതന്യം പറയുന്ന കേട്ടാണ് പുറത്തുനിന്നും സംസാരിച്ചുകൊണ്ട് നിന്ന വാസുദേവനും കാശിയും അകത്തേക്ക് കയറിയത്. വേദന ചെറുതാണോ വലുതാണോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. മിണ്ടാതെ അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? തുമ്പി പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന എണ്ണ ചൈതന്യയുടെ കാലിലേക്ക് പുരട്ടി. പിന്നെ പതിയെ അവളുടെ കാല് ഒഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. തുമ്പിയുടെ പ്രവൃത്തിയിൽ ചൈതന്യ തറഞ്ഞിരുന്നു പോയി. ആ സമയം അടുക്കളയിൽ നിന്നും ചൂടുവെള്ളം കൊണ്ട് ജോലിക്കാരി അവിടേക്ക് വന്നിരുന്നു. പുറത്ത് നടക്കുന്ന കാഴ്ച കണ്ട് അവരും ഒന്ന് അമ്പരന്ന് നിന്നുവെങ്കിലും തുമ്പിക്ക് നേരെ ആ വെള്ളം നീട്ടി അവർ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. എണ്ണയിട്ട് അല്പം ചൂടുകൂടെ പിടിച്ച വേദനയ്ക്ക് അല്പം ആശ്വാസം കിട്ടും. എന്നിട്ടും വേദന കുറയുന്നില്ലെങ്കിൽ നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാം. എണ്ണയിട്ട് കൈ ചെറിയ ടവലിൽ തുടച്ചുകൊണ്ട് തുമ്പി ചൂടുവെള്ളത്തിൽ അവർ കൊണ്ടുവന്ന ടവൽ മുക്കി പിഴിഞ്ഞുകൊണ്ട് ചൈതന്യയുടെ കാലിലേക്ക് പതിയെ വെച്ച് കൊടുത്തു. അവളെ എതിർക്കണമെന്നുണ്ടെങ്കിലും വേദനയിലിരിക്കുന്ന കാലിന് ഒരു ആശ്വാസം കിട്ടിയതും നിറഞ്ഞ കണ്ണുകളുടെ തുമ്പിയെ തന്നെ നോക്കിയിരുന്നു പോയി അവൾ.